പാലക്കാടുണ്ടല്ലോ പബ്ലിക് ലൈബ്രറി പൊളിക്കുന്നതിനെതിരെ ഒരു വായനാ സമരം നടന്നിരിക്കുകയാണ്. പാലക്കാട് സുൽത്താൻപേട്ടയിലുള്ള ലൈബ്രറിയുടെ കെട്ടിടം പൊളിച്ചു മാറ്റാനാണ് പാലക്കാട് നഗരസഭയുടെ തീരുമാനം. BJPയുടെ അക്ഷരവിരോധമാണ് ലൈബ്രറി പൊളിക്കുന്നതിന് കാരണമെന്ന് വായനാ സമരം സംഘടിപ്പിച്ച സംസ്കാര സാഹിതി പ്രവർത്തകർ ആരോപിച്ചു. ലൈബ്രറി കൗൺസിൽ വാടക നൽകാറില്ലെന്നും കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് പൊളിക്കുന്നതെന്നുമാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. ആധുനിക സാങ്കേതിക വിദ്യ എല്ലാം വരുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയതാണ് ഈ പബ്ലിക് ലൈബ്രറി. പാലക്കാട്ടെ വായനാ സംസ്കാരത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു ലൈബ്രറിയാണ്. അതാണ് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഇപ്പോഴിവിടെ ഈ സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ വായിച്ചുകൊണ്ട് സമരം നടക്കുകയാണ്. ഇപ്പോൾ ഇത് പൊളിച്ചു മാറ്റുക എന്നാണ് പറയുന്നത്. ഈ ലൈബ്രറിയുടെ ഒരു ചരിത്രം എങ്ങനെയാണ്? 75 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. ഞാനൊക്കെ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വായനയ്ക്ക് ഒരു സൗകര്യം ഒരുക്കി തന്ന ഒരു ലൈബ്രറിയാണിത്. അതുകൊണ്ട് തന്നെ അതിനോട് വൈകാരികമായ ഒരു ബന്ധം കൂടിയുണ്ട്. ഇത് പണ്ട് പട്ടിക്കരയിലായിരുന്ന സമയത്ത് കൂടുതൽ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ലൈബ്രറിയൻ അതിൻ്റെ ഒട്ടേറെ വോള്യങ്ങളുള്ള പുസ്തകങ്ങളാണെങ്കിലും അതെടുത്ത് ഓരോ വോള്യമായിട്ട് തന്ന് അത് വായിക്കാനുള്ള ശീലമുണ്ടാക്കി തന്നതാണ്. അങ്ങനെ വായനാശീലം എന്നിൽ വളർത്തിയ ഒരു ലൈബ്രറി എന്ന നിലയിൽ വ്യക്തിപരമായി കൂടി തന്നെ ഇതിനോട് ഒരു വൈകാരിക ബന്ധമുണ്ട്. പുസ്തകങ്ങളെയൊക്കെ കുട്ടികളെ പോലെ സ്നേഹിക്കുന്നവരാണ് പലരും. അതിന് പകരം ഇത് പൊളിച്ചു കളയുക, പുസ്തകം എവിടെയും കൊണ്ടേ വെച്ചോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് ഒരിക്കലും ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സൗകര്യമുള്ള മറ്റൊരു സ്ഥലം, മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ എത്രയോ കോംപ്ലക്സുകളുണ്ട്, പലതും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, പലതും പണി നടക്കുന്നുണ്ട്. അതിലേക്ക് മാറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് ജനങ്ങൾക്ക് കൂടി വന്നു പോകാനുള്ള സൗകര്യത്തോടു കൂടി അവിടെ ഇതുപോലെ തന്നെ സൗകര്യത്തോടു കൂടി നിർത്താനുള്ള ചിലവും മുനിസിപ്പാലിറ്റി വഹിച്ച് ഇത് മാറ്റണം. അതല്ലാതെ പൊളിച്ചു കളയുക, പുസ്തകം എവിടെ, ഈ 10,000 പുസ്തകങ്ങളുണ്ട്. ഇത് ഇത്രയും പുസ്തകങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കണം? ഇതിൽ അംബേദ്കർ സൈൻ ചെയ്ത ഭരണഘടന കൂടി ഉണ്ടല്ലോ ഇവിടെ. അത് ഏറ്റവും വാല്യുബിൾ എന്ന് പറയാവുന്ന, അതായത് ഭരണഘടനാ ശില്പി അംബേദ്കറുടെ ഒറിജിനൽ ഒപ്പോടുകൂടിയ ഭരണഘടന, അതാണ് ഇവിടെ ഉള്ളത്. എന്തിനാണ് ഇത് പൊളിച്ചു കളയുന്നത്? മുനിസിപ്പാലിറ്റിയുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ എന്താ പറയുന്നത്? ഇത് സമീപത്തുള്ള നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയാണ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനൊരുങ്ങുന്നതെന്നാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഷ്യം. എന്നാൽ ഈ മുനിസിപ്പൽ കോംപ്ലക്സിലേക്ക് 3 ദിശകളിൽ നിന്നും കൃത്യമായ റോഡുകളുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് പിന്നിൽ BJPയുടെ നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ കെട്ടിടം ഇപ്പോൾ ടെൻഡർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഓൾറെഡി തന്നെ BJP ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഒരു വ്യക്തിക്ക്. അദ്ദേഹത്തിൻ്റെ താല്പര്യാർത്ഥമാണ് ഈ ലൈബ്രറി കെട്ടിടം ഇപ്പോൾ പൊളിച്ചു മാറ്റാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. രണ്ടാമത് നഗരസഭയുടെ ചെയർപേഴ്സൺ ഒരു സാംസ്കാരിക പ്രവർത്തകയാണെന്നാണ് നിരന്തരം അവകാശപ്പെടുന്നത്. അത് അവരുടെ സാംസ്കാരിക പൊയ്മുഖം ഇവിടെ അഴിഞ്ഞു വീഴുകയാണ്. ഇതിലൂടെ BJPയുടെ അക്ഷരവിരോധമാണ് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത്. ബദൽ എവിടെയെങ്കിലും സംവിധാനം ഒരുക്കുന്നുണ്ടോ? നഗരസഭ ഈ പുസ്തകങ്ങളെ പെരുവഴിയിലിട്ട് പോകാനുള്ള നീക്കത്തെ സംസ്കാര സാഹിതി സാംസ്കാരികമായി തന്നെ പ്രതിരോധിക്കും. അതുകൊണ്ട് BJP ഈ കെട്ടിടം പൊളിച്ചു നീക്കുക എന്നത് പ്രായോഗികമല്ല. BJP ഭരണസമിതി അടിയന്തരമായി ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തിക്കൊണ്ട് നിലവിലുള്ള ഈ കോംപ്ലക്സിൽ തന്നെ സ്ഥലം അനുവദിക്കാനുള്ള നടപടിയുമായാണ് മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ പുസ്തകങ്ങളെ പെരുവഴിയിലിട്ടിട്ട് പോകാനുള്ള എല്ലാ നീക്കത്തെയും സാംസ്കാരിക പ്രവർത്തകർ ഒറ്റക്കെട്ടായി നേരിടും. എന്തായാലും ഈ സാംസ്കാരിക പ്രവർത്തകരുടെ സമരം വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇസ്മൽ, മീഡിയ 1, പാലക്കാട്.